മാർക്കറ്റിലാണോ നമ്മൾ ഉപ്പയെ തരാൻ വന്നേ? ഇത്ര വലിയ മാർക്കറ്റിനുള്ളിൽ നിന്നും നമ്മൾ എങ്ങനെയാ ഉപ്പാനെ കണ്ടുപിടിക്കുക? നമുക്ക് മീൻ വിൽക്കുന്ന കടയിലൊക്കെ കേറി ചോദിച്ചു നോക്കാം. അവർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലോ? താത്ത അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ പിള്ളേരെ, പച്ചക്കറി വല്ലതും വേണോ? വേണ്ട താത്ത, ഇവിടെ മീനൊക്കെ വിൽക്കുന്നേ. എവിടെയാ? മീനൊന്നും ഇവിടെയല്ല മക്കളെ. കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന ഇറച്ചിക്കട കാണും, അതും കഴിഞ്ഞിട്ടാണ് മീനൊക്കെ. ഓക്കെ ബൈ. ദേ ഒരു ഇറച്ചിക്കാരൻ. ഇറച്ചി ഓടി വന്ന് വാങ്ങിയ കിലോ 110, നടന്നു വന്ന് വാങ്ങിയാലും കിലോ 100. ഓടി വരൂ. ഇച്ചാ ഇച്ചാ ഇച്ചാ. ഇതിപ്പാ എവിടെ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട്? ഇങ്ങോട്ട് താഴോട്ട് നോക്ക്. ഓ, എന്താ ഇറച്ചി വല്ലതും വേണോ? വേണേ വാങ്ങിക്കോ, ഇപ്പൊ നല്ല വിലക്കുറവുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ ഇറച്ചിയൊന്നും വേണ്ട. ഇവിടെ മീൻ വിൽക്കുന്ന സ്ഥലം എവിടെയാന്ന് പറഞ്ഞു തന്നാ മതി. നിങ്ങൾക്ക് ഇറച്ചി വേണമെങ്കിൽ പറ, ആ അത് തരാം. മീനൊന്നും എനിക്ക് അറിയില്ല, വേറെ ആരോടേലും പോയി ചോദിക്കും. ഞങ്ങൾ കട എഴുതി തരാൻ പറഞ്ഞില്ലല്ലോ. മീൻ കട എവിടെയാന്നല്ലേ ചോദിച്ചുള്ളൂ. ഇവിടെ ഒരു ഇറച്ചി പോലും വിറ്റ് പോയിട്ടില്ല. ഞാൻ ആ ദേശത്ത് നിൽക്കുക. വേണേ ഇറച്ചി വാങ്ങിക്കോ, അല്ലെങ്കിൽ പൊയ്ക്കോ. ഇങ്ങോട്ട് പോര്. അങ്ങേരോട് ഇനി ചോദിക്കാൻ നിക്കണ്ട, ചെലപ്പോ നിന്നെ ചാടി കേറി കടിച്ചോളും. ഇങ്ങർക്ക് അസൂയയാ. അവിടെ മീൻ കച്ചവടം നടക്കുന്നോണ്ട് ഇങ്ങർക്ക് ഇറച്ചി വെക്കാൻ പറ്റുണ്ടാവില്ല. എന്റെ കടയുടെ മുന്നിൽ വന്നു എന്നെ കളിയാക്കുന്നു. ആരാടാ ആരാടാ നിങ്ങളൊക്കെ? ഇച്ച കിടന്ന് ചാടണ്ട, ഞങ്ങള് പോയേക്കാം. മീനൊന്നും ഈ മാർക്കറ്റിലില്ല, ഇറച്ചി ഉള്ളൂ. നമ്മള് മീൻ കടയല്ലേ ചോദിച്ചുള്ളൂ, അതിനിങ്ങനെ ചൂടാവാണോ? അങ്ങേർക്കല്ലെങ്കിലേ ഈ പൂച്ചകളെ ഇഷ്ടമല്ല, ചെലപ്പോ അതാവും. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, അയാൾക്കൊരു പണി കൊടുക്കണം. ഇതിനെ നീ വേണ്ടാത്ത പണിക്ക് നിക്കണ്ട. നമ്മൾക്ക് ഉപ്പാനെ പെട്ടെന്ന് കണ്ടു വേഗം പോവാം. ഷാസിയ, അവൻ പറഞ്ഞത് ശരിയാ. ഇത് നമ്മുടെ പൂച്ചകൾക്ക് നാണക്കേടാണ്. എന്തെങ്കിലും പണി കൊടുക്കണം. ഓടി വരൂ, ഓടി വരൂ. പിടക്കുന്ന ഇറച്ചി കാലിയാക്കൽ വിറ്റ് കാലിയാക്കൽ. പുതിയ വില കിലോ 50 മാത്രം. കയ്യിൽ കിട്ടുന്ന ഇറച്ചി എടുത്ത് ഓടിക്കോ. കള്ളന്മാരെ, എന്റെ ഇറച്ചി